ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഗുരുപൂർണിമയെ പറ്റിയാണ്. ഗുരുപൂർണിമ ആഷാഢമാസത്തിലെ ആദ്യത്തെ വെളുത്തവാവ് പൗർണമിയെയാണ് ഗുരുപൂർണിമ എന്ന് പറയുന്നത്. ഈ വർഷത്തെ ഗുരുപൂർണിമ 2024 ജൂലൈ മാസം 21 ഞായറാഴ്ചയാണ്. ഗുരുപൂർണിമ മുതൽ 12 രാശികളിൽപ്പെട്ട ഒരു 7 രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗതുല്യമായ ഫലങ്ങൾ, അത്രമാത്രം നല്ല ഗുണഫലങ്ങൾ, ഈശ്വരാനുഗ്രഹം, ഐശ്വര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് എന്ന് തന്നെ പറയാം. ഗുരുപൂർണിമയെ സംബന്ധിച്ച് ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം, സർവ്വൈശ്വര്യം, ഭാഗ്യാനുഭവങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഗുരു എന്ന് പറയുന്നത് വ്യാഴം എന്ന് പറയുന്നത് ബൃഹസ്പതിയെ കുറിക്കുന്നതാണ്, മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു പൂർണ്ണ അനുഗ്രഹവും ഈശ്വരാധീനവും സർവ്വൈശ്വര്യങ്ങളും ഒക്കെ ഈ ഒരു ഗുരുപൂർണിമ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു തുടങ്ങും. പലരെയും സംബന്ധിച്ച് വ്യാഴമാറ്റമൊക്കെ നടന്ന് കഴിഞ്ഞിട്ടും ഇതുവരെ ആ ഒരു വ്യാഴമാറ്റത്തിൻ്റെ ഗുണഫലങ്ങളൊന്നും പല രാശികളിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും അത്രമേൽ അനുഭവത്തിൽ വന്നു കാണില്ല. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഈ ഒരു ഗുരുപൂർണിമ മുതൽ ആ വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം, ഐശ്വര്യം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയവും കാലവുമാണ്. ഈ ഒരു സമയം ഇവിടെ പറയുന്ന 7 രാശികളിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ഗുരുപൂർണിമ എന്ന് പറയുന്നത് ഏറ്റവും ഈശ്വരാനുഗ്രഹമുള്ള വിശിഷ്ടമായ ഒരു ദിവസമാണ്. ആഷാഢമാസത്തിലെ ആദ്യത്തെ പൗർണമിയാണ് വെളുത്തവാവ്. ഇനി മുന്നോട്ടുള്ള ഒരു വർഷക്കാലമെന്ന് പറയുന്നത് ഈ 7 രാശിക്കാരുടെ ജീവിതത്തിലും വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. അതിനാൽ സ്വന്തം ജനന ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും കൂടെ ഒരു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് ഈ രാശികളിൽ ജനിച്ച ഓരോ നക്ഷത്രത്തിൽപ്പെട്ടവർക്കും നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിനനുസരിച്ച് വ്യത്യാസമുള്ള വ്യത്യസ്ത ദശാകാലഘട്ടങ്ങളായിരിക്കും നടക്കുക. അതൊക്കെ പരിഗണിച്ചിട്ടാണ് നമുക്ക് ആ പൂർണ്ണ ഫലം, ഗുണഫലം അനുഭവത്തിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ദശാകാലഘട്ടമാണോ ജീവിതത്തിൽ നടക്കുന്നത്, ജാതകത്തിൽ മറ്റെന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. യൂട്യൂബിലും മറ്റും വരെ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് പലരും മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമൊക്കെ ചെയ്തു പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു വർഷക്കാലമാണ് ഈ പറയുന്ന 7 രാശിക്കാരെ സംബന്ധിച്ച്. ഇനി ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ആ ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഗുരുപൂർണിമ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഭാഗ്യാനുഭവമാണ്. ഒരുപാട് നല്ല ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള ഒരു നല്ല മാറ്റം, നല്ല ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരു സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കുന്ന സമയം. കുടുംബത്തിൽ ചില നല്ല മംഗളകാര്യങ്ങൾ, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കുക, സന്താന ഭാഗ്യമുണ്ടാവുക. അതുപോലെ മേടം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗം ഉള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം, നല്ലൊരു കാലമാണ് നിങ്ങളെ സംബന്ധിച്ച്. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമാണ്. യാത്രകളെന്ന് പറയുമ്പോൾ യാത്രകളിൽ കൂടെ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച പുണ്യസ്ഥലങ്ങൾ, തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. പലരെയും സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരുപാട് കാലങ്ങളായി മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും, പല നന്മകളും നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുന്ന സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയം. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ, സ്വന്തമായൊരു ജോലി ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലിയിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക. അതുപോലെ വിദേശ ജോലി ഭാഗ്യം ലഭിക്കുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച, ഒരു സ്ഥാനമാറ്റമൊക്കെ ലഭിക്കുക.
ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മേടം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് പോലും നല്ല ഒരു ജോലിയിലൊക്കെ ലഭിക്കാനായിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാഹചര്യം, നല്ല സമയമാണ് മേടം രാശിക്കാർക്ക് ഈ ഗുരു പൂർണിമ മുതൽ അനുഭവത്തിൽ വരുന്നത് എന്ന സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് നന്മകൾ, ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ചയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും. സാമ്പത്തികപരമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ധനവരവ് നിങ്ങളിൽ പലർക്കും ഈ ഒരു സമയത്തിൽ വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല കാലമാണ് ഇനി മുന്നോട്ട് ആരംഭിക്കാൻ പോകുന്ന ജൂലൈ 21 മുതൽ. ഈ ഒരു സമയത്തെ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും പരമാവധി നല്ല രീതിയിൽ തന്നെ അതിനെ പ്രയോജനപ്പെടുത്തുക. കാലം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം സ്വന്തം ജനന ജാതകപ്രകാരം എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി ആ ജാതകം കൂടെ പരിശോധിച്ച് ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും മനസ്സിലാക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമൊക്കെ ചെയ്തു പോയാൽ മേടം രാശിക്കാർക്ക് സംബന്ധിച്ച് ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ പ്രധാനമായും എടുത്തു പറയേണ്ടത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. ആ വിവാഹത്തിനുണ്ടായിരുന്ന ചില തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിന് അനുയോജ്യനായ അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുകയും നല്ലൊരു വിവാഹം, ദാമ്പത്യമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ മേടം രാശിയിൽപ്പെട്ട പലർക്കും ഈ ഗുരു പൂർണിമ മുതൽ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി, ആ ജോലി എന്ന് പറയുന്ന ചിലരെ സംബന്ധിച്ച് വിദേശത്ത് ഒരു ജോലിക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലി ലഭിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു സമയമാണ്. പലർക്കും ഒരുപാട് എക്സാമുകളൊക്കെ അതിലൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ളൊരു ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു നല്ല സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. അതുപോലെ വിദേശവാസത്തിന്, വിദേശത്ത് പോയുള്ള ഉപരിപഠനത്തിന് ഒക്കെ മേടം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും കാലം വളരെ അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ആ കർമ്മ മേഖലയിലെ തടസ്സമൊക്കെ ജൂലൈ 21 മുതൽ വിട്ടുമാറും. ഒരു നല്ല സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. ഒരുപാട് ഈശ്വരാനുഗ്രഹം, ഒരുപാട് നന്മകൾ വരുന്ന സമയം. ഈ സമയത്തെ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾ എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വരും. ഭാഗ്യാനുഭവങ്ങൾ പലർക്കും പല തരത്തിലായിരിക്കും. ചിലർക്ക് നല്ലൊരു ജോലി ലഭിക്കുക, ചിലർക്ക് ഒരു നല്ലൊരു മംഗല്യഭാഗ്യം, ചിലർക്കൊരു ഭൂമിയോഗം, ഗൃഹയോഗം, സന്താന ഭാഗ്യം, ഇങ്ങനെ പലതരത്തിലായിരിക്കും ആ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത്. ഈ ഗുരുപൂർണിമ മുതൽ ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജൂലൈ 21 ആ ഗുരു പൂർണിമ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, ഒരുപാട് വലിയ നന്മകൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം, ഏറ്റവും അധികം നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് എടുത്തു പറയേണ്ടത് ആ ഒരു ഈശ്വരാനുഗ്രഹമാണ്. കർക്കിടകൻ രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ശക്തമായ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, കടബാധ്യതകൾ അനുഭവിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ആ കടബാധ്യതകളിൽ നിന്ന്, ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പുണ്യം എന്ന് പറയുന്നത് തന്നെ. നിങ്ങളെ സംബന്ധിച്ച് എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിലും ആ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു വരുമാന മാർഗം, ഒരു ഭാഗ്യാനുഭവം, ഒരു ധനവരവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരും. യാതൊരു സംശയവുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തികൾ മുഖാന്തരം നമുക്കൊരു ധനവരവ് വന്ന്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാനുള്ള ഒരു മാർഗം, അതുപോലെ ചെയ്യുന്ന കർമ്മ മേഖല, ജോലിയിൽ കൂടെയൊക്കെ ഒരു നല്ലൊരു മാറ്റം, ഒരു ഉയർച്ച, അതുമൂലം ഒരു ധനവരവ്, ഏത് രീതിയിലാണെങ്കിലും ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു നല്ല മാറ്റം കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരും. രണ്ടാമത്, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ശത്രുതകൾ, എതിർപ്പുകൾ ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അത് സ്വന്തം ജോലി ചെയ്യുന്ന നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്നാകാം,
ബിസിനസ് രംഗങ്ങളിൽ, തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും ആ ശത്രുതകൾ, എതിർപ്പുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന എല്ലാ നെഗറ്റീവുകളും വിട്ടൊഴിയുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ ഈ ഒരു കാരണം കൊണ്ടൊക്കെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിൽ എത്തുകയും ശരീരത്തിനൊരു പുത്തൻ ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കുന്ന സമയവും നിങ്ങളുടെ രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങളൊക്കെ നിങ്ങളെ വിട്ടൊഴിയുന്ന ഒരു നല്ല സമയത്തിൻ്റെ ആരംഭവുമാണ്. നിങ്ങളെടുത്തു വരുന്ന ചികിത്സകളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഫലപ്രാപ്തിയിൽ വരുന്ന സമയം. ഏതെങ്കിലും തരത്തിലുള്ള കേസ്, വഴക്കുകൾ, അങ്ങനെയുള്ള കോടതി വ്യവഹാരങ്ങൾ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലത്തിൽ വരുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മറ്റ് ദാമ്പത്യ വിഷയങ്ങളിൽ കൂടെയൊക്കെ ഒരു കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നല്ല ഒരു മാറ്റം, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗുണാനുഭവം നിങ്ങൾക്ക് വന്നു ചേരും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വിട്ടൊഴിയുന്ന ഒരു നല്ല സമയമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച്. ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കും. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ വിട്ടുമാറുക, ജോലിയിലൊക്കെ നല്ല ഉയർച്ച, നല്ല മാറ്റം, മുന്നേറ്റം ലഭിക്കുക. സ്വന്തമായ ഒരു തൊഴിൽ, ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ അതിൽ നേരിട്ടിരുന്ന നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ വിട്ടുമാറുക, ധനലാഭം, ഒരു സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്ന അനുഭവം വരും. പുതിയൊരു ബിസിനസ് സംരംഭം, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പല പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടുമാറുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക, അതുപോലെ തന്നെ ഒരു വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി നല്ലൊരു അനുകൂലമായ, അനുയോജ്യമായ ജീവിതം, നിങ്ങൾക്ക് ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുക, നല്ല വിവാഹ ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. ജൂലൈ 21 മുതൽ, ഗുരുപൂർണിമ മുതൽ അത്രമേൽ ഈശ്വരാനുഗ്രഹം, നന്മകളാണ്. മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾ നടക്കും. ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു സമ്പാദ്യം, ഒരു ധനവരവ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായിട്ടും കർക്കിടകം രാശിക്കാരായ നിങ്ങൾക്ക് വന്നു ചേരും, യാതൊരു സംശയവുമില്ല. ഇത്രയും നാൾ അനുഭവിച്ച് വന്നിരുന്ന പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണത്തിനുള്ള കാലവുമാണ് മുന്നോട്ട് ആരംഭിക്കാനായിട്ടിരിക്കുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കർക്കിടകം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഉപരിപഠനത്തിനാണെങ്കിലും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്കും ഒക്കെ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളെ സംബന്ധിച്ചും ഇത്രയും കാലം അനുഭവിച്ചു വന്നിരുന്ന പല മനോവ്യതകളും, അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വിട്ടൊഴിഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നന്മ, ഒരു ഈശ്വരാനുഗ്രഹം, ഒരു മനസ്സന്തോഷം, ശാരീരിക സുഖമൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയവുമാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ആ ദശാകാലം മനസ്സിലാക്കുക. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ജാതകത്തിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ ഉത്തമമായിട്ടുള്ള നല്ല മാറ്റങ്ങളാണ് ഗുരുപൂർണിമ മുതൽ അനുഭവത്തിൽ വരുന്നത്. ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമൊക്കെ ചെയ്തു പോയാൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഗുരുപൂർണിമ മുതൽ മുന്നോട്ട് ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു ഗുരുപൂർണിമ മുതലുള്ള മുന്നോട്ടുള്ള സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഒരുപാട് ഗുണാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയമാണ്. ഇത്രയും കാലം ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ഈ എല്ലാ കഷ്ടതകളും, ബുദ്ധിമുട്ടുകളും, തടസ്സങ്ങൾക്കുമൊക്കെ ഒരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈശ്വരാനുഗ്രഹം അത്രമേൽ വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്
ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മൾ സ്വപ്നത്തിൽ പോലും മനസ്സിൽ പോലും വിചാരിക്കാത്ത പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വന്നവരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ. പലരെയും സംബന്ധിച്ച് അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമുള്ള പല പ്രശ്നങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ വേണ്ടപ്പെട്ടവരെന്ന് കരുതിയിരുന്നവരൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല അനുഭവങ്ങളും ലഭിക്കുക, നമ്മൾക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞ അനുഭവം ഉണ്ടായിരിക്കുക, അങ്ങനെ ഒരുപാട് മാനസിക വ്യഥകളിൽ കൂടെ, സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോയവരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച ഒരുപാട് വ്യക്തികൾ. നിങ്ങളെ സംബന്ധിച്ച് ഉള്ള എല്ലാ ബുദ്ധിമുട്ടും, പ്രശ്നങ്ങളും, മാനസിക ദുഃഖങ്ങളുമൊക്കെ വിട്ടൊഴിയുന്ന ഒരു സമയം, ഒരു കാലമാണ്. പ്രധാനമായും ഇത്രയും നാൾ സ്വപ്നത്തിൽ പോലും കരുതാതിരുന്ന, അല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതിരുന്ന ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പലർക്കും പലതരത്തിലായിരിക്കും അനുഭവങ്ങൾ എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഭൂരിഭാഗം പേരും ഒരുപാട് വ്യഥകളിൽ, കഷ്ടതകളിൽ കൂടെ കടന്നു പോയവർ തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെയുള്ള ഒരു പരിഹാരം, ഒരു നല്ല ഒരു മാറ്റമാണ് ഇപ്പോൾ മുന്നോട്ട് ലഭിക്കാൻ പോകുന്നത്. ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളും, പല ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളെ വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് ചെറിയ അപകടങ്ങൾ, രോഗദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, വിശ്വാസവഞ്ചനകൾ, നമ്മൾ ഏറെ വിശ്വസിച്ചിരുന്നവരൊക്കെ കൈവിട്ട സാഹചര്യവും, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, ദാമ്പത്യ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതമൊക്കെ വേർപിരിയലിൻ്റെ വക്കിൽ വരെ എത്തി വേർപിരിഞ്ഞവരും ഉണ്ട്. അതുപോലെ ഒരു വിവാഹ കാര്യങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വന്നവരാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ലഭിക്കുന്ന, ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. പലരെയും സംബന്ധിച്ച് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പലതും പലതരത്തിലാണ് പലർക്കും ബുദ്ധിമുട്ട്. ചിലരെ സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ, അല്ലെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ, ആരോഗ്യകാര്യങ്ങളിൽ, പണമിടപാടുകളിലൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നിട്ട് ഉള്ളവർ ധാരാളമാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഒരു സമയം. ഇത്രയും നാളും അനുഭവിച്ചിരുന്ന ആ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നേരെ വ്യത്യാസപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുക, മനസ്സിന് സന്തോഷം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം, മുക്തി ലഭിക്കുക, സാമ്പത്തികം, അതായത് കടബാധ്യത, പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു ചേരുക, അങ്ങനെയുള്ള എല്ലാ നന്മകളും, ഒരുപാട് ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയം. അതുപോലെ ചിങ്ങം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് പൂർവികമായിട്ട് എന്തെങ്കിലും ഭൂമി, സ്വത്തൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരുന്ന സമയം. ഭൂമി സംബന്ധമായിട്ട്, സ്വത്ത് സംബന്ധമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, കേസ് വഴക്കുകൾ അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന സമയം. നല്ല ഒരു സന്താന ഭാഗ്യത്തിനുള്ള ഒരു കാലവും കൂടിയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ നേരിട്ടിരുന്ന പല തടസ്സങ്ങളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. കഴിഞ്ഞ സമയങ്ങളിൽ വിവാഹത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വന്നവരാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച പല വ്യക്തികളും. അതൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുമാറി നിങ്ങൾക്ക് നല്ല അനുയോജ്യമായ വിവാഹ, ദാമ്പത്യ കുടുംബ ജീവിതം ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ തന്നെ പല പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഒരു നല്ല അനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് കർമ്മ മേഖല ചെയ്യുന്ന ജോലിയിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ആ ജോലിയൊക്കെ നല്ല ഒരു ഉയർച്ചയിലെത്തുന്ന സമയമാണ്. കർമ്മ മേഖലയിൽ ചെയ്യുന്ന ഒരു ബിസിനസ്, തൊഴിൽ, സ്വന്തം തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അതിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറുന്ന നല്ലൊരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് ഒരു ഉയർച്ച വന്നു ചേരും. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ആ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ നടക്കുന്ന ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കുക. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ജാതകപ്രകാരമുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും നല്ലൊരു വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടാകും. എല്ലാ കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ലഭിക്കുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം, സന്താന ഭാഗ്യം ഒക്കെ വന്നു ചേർന്ന സമയമാണ്. ഈ ഒരു ഗുരു പൂർണിമ മുതൽ ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മുക്തി, ഒരു മാറ്റം ലഭിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഒരു ഈശ്വരാനുഗ്രഹം, നന്മകൾ, കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു സമാധാന കേടൊക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ്.
ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയം. ഈ സമയം ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക വളരെ ഉത്തമമായിരിക്കും. നിങ്ങൾക്ക് ഗുരുപൂർണിമ മുതൽ ഒരുപാട് ഈശ്വരാനുഗ്രഹം നന്മകളാണ് ലഭിക്കുന്നത്. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആദി പരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഗുരുപൂർണിമ മുതൽ സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഈ ഗുരുപൂർണിമ മുതൽ ഒരുപാട് നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ഈശ്വരാനുഗ്രഹം ലഭിക്കുക. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ വിട്ടുമാറുന്ന തരത്തിൽ നല്ല ഒരു ഗുണാനുഭവം നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഇത്രയും കാലം ലഭിക്കാതിരുന്ന ഒരു സുഖാനുഭവം, ഒരു നന്മകളുണ്ടാകും. അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഒരു നല്ല ഒരു മാറ്റം, ഒരു ഗുണഫലം ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിൽ. ഭാഗ്യാനുഭവം എന്ന് പറയുമ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളിൽ പലർക്കും പലതരത്തിലായിരിക്കും അവരവരുടെ ജീവിതത്തിൽ അത് അനുഭവത്തിൽ വരിക. കന്നിരാശിയിൽപ്പെട്ട ചിലരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്വന്തം തൊഴിൽ ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജോലി മുന്നോട്ട് പോകുക. ആ ജോലിയിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഉയർച്ച ലഭിക്കുക. സ്വന്തം തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ നേരിടുന്ന കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി അതിലൊക്കെ ഒരു ഉയർച്ച, സാമ്പത്തിക അഭിവൃദ്ധി, നന്മകൾ വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ടാകും. ഒരുപാട് കാലങ്ങളായി ഒരു സർക്കാർ സർവീസിലേക്ക് ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർ, ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചും ജൂലൈ 21 ശേഷം നിങ്ങൾക്ക് ഒരു സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കാനുള്ളൊരു ഭാഗ്യം, വിദേശ ജോലി ഭാഗ്യം, അങ്ങനെ നിങ്ങളുടെ കർമ്മം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു സമയമാണ്. പലർക്കും വളരെ പെട്ടെന്ന് നല്ല മാറ്റങ്ങൾ, നല്ല ഗുണാനുഭവങ്ങൾ കന്നിരാശിക്കാർക്ക് അനുഭവത്തിൽ വരും. മറ്റു ചിലരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ വരുന്നത് ചിലർക്ക് അവരവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു മോചന രൂപത്തിലായിരിക്കും. ഒരുപാട് കാലങ്ങളായി എന്തെങ്കിലും അസുഖങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ആ രോഗദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞ് ശരീരത്തിനൊരു ആരോഗ്യം വരുന്ന സമയം, പൂർവാധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്ന ഒരു സമയവും ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു ഭൂമി ലഭിക്കുക, ഒരു ഗൃഹനിർമ്മാണത്തിനുള്ള യോഗമുണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുക. അതുപോലെ വിവാഹ, ദാമ്പത്യ, കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. പലരെയും സംബന്ധിച്ച് വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയ ആ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങൾ അനുഭവത്തിൽ വരിക. നല്ല രീതിയിൽ ആ ദാമ്പത്യ കുടുംബജീവിതം മുന്നോട്ട് പോവുക. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു വിവാഹ ബന്ധം ലഭിക്കുക, അനുയോജ്യമായ ജീവിത പങ്കാളി വന്നു ചേരുക. അങ്ങനെ ഒരുപാട് നന്മകളാണ് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സന്തോഷം നൽകുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പ്രധാനമായും ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖമെന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും വിട്ടുമാറുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ്. അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും കന്നിരാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതുപോലെയുള്ള ഒരു അനുഭവം ഇത്രയും നാളും ഇല്ലാതിരുന്ന ആ ഒരു ഗുണാനുഭവം, സുഖാനുഭവം മനസ്സിനും ശരീരത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക, നല്ല വിവാഹ ബന്ധം വന്നു ചേരുക, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ഈ ഒരു സമയത്തെ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഭാഗ്യാനുഭവം എന്ന് പറയുന്നത് തന്നെ ഈശ്വരാനുഗ്രഹമാണ്. ഇപ്പോൾ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. ഈ ഭാഗ്യാനുഭവങ്ങൾ പലർക്കും പലതരത്തിലായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം. നല്ലൊരു സാമ്പത്തിക ഉയർച്ച, ധനവരവുണ്ടാകും. കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പ്രധാനമായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ സമയം സ്വന്തം ആ ജനന ജാതകം കൂടെ ഒന്ന് നോക്കി, ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി, ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്തു പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഈ ഒരു സമയം, ഈ ഗുരുപൂർണിമ മുതൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് ഈശ്വരാനുഗ്രഹം, ഒരുപാട് ഭാഗ്യം വന്നു ചേരും. മുന്നോട്ടുള്ള സമയം ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഭൂമി, സ്വന്തം ഭൂമി, ഗൃഹം എന്നുള്ള ആഗ്രഹമൊക്കെ സാധിക്കും.
അതുപോലെ കുടുംബത്തിൽ തന്നെ ഒരുപാട് മംഗളകാര്യങ്ങൾ നന്മകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. നല്ല അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരും. കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുകയും കുടുംബത്തിലും കുടുംബാംഗങ്ങൾക്കിടയിലുമൊക്കെ ഒരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ ലഭിക്കുന്ന സമയവുമാണ്. കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ധൈര്യമായി മുന്നോട്ട് പോകാം. ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ചാൽ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഗുരുപൂർണിമ മുതൽ സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഗുരുപൂർണിമ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്ന സമയമാണ്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ, കാലങ്ങളിൽ അനുഭവിച്ചിരുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മുക്തി ലഭിക്കും എന്നുള്ളതാണ്. ഒരുപാട് ഈശ്വരാനുഗ്രഹം, ഒരുപാട് നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും കഴിഞ്ഞ സമയങ്ങളിൽ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടെ കടന്നു വന്നവരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികൾ പലരും. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ കടന്നു വന്നവരുണ്ട്. കടബാധ്യതകൾ, ആ ഒരു സാമ്പത്തിക പ്രതിസന്ധികൾ, ചിലരെ സംബന്ധിച്ച് കേസ് വഴക്കുകൾ, അതുപോലെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അവസ്ഥയും അതുപോലെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചവരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ടവർ. നിങ്ങളെ സംബന്ധിച്ച് ജൂലൈ 21 മുതൽ ഗുരുപൂർണിമ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ ഗുണഫലങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങൾ വന്നു ചേരും. പ്രധാനമായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ, അത് കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും കുടുംബാംഗങ്ങളുടെ ഇടയിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങൾക്കൊരു സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന തരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. പലരുടെയും ജീവിതത്തിൽ ഇനി മുന്നോട്ടായിരിക്കും ഒരു മംഗളകാര്യങ്ങൾ, മംഗളകർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുക. പലരുടെയും കുടുംബത്തിൽ ഒരു നല്ലൊരു സന്താന ഭാഗ്യത്തിനുള്ള സമയം, നല്ലൊരു മംഗല്യ ഭാഗ്യത്തിനുള്ള സമയം, പലരെയും സംബന്ധിച്ച് സ്വന്തമായി ഭൂമി, ഗൃഹം, ഇതിനൊക്കെയുള്ള യോഗം ഉള്ള കാലഘട്ടത്തിൻ്റെ ആരംഭം കൂടിയാണ്. ഒരുപാട് ഈശ്വരാനുഗ്രഹങ്ങൾ വന്നു ചേരും. പൂർവികമായിട്ട് ലഭിക്കേണ്ട എന്തെങ്കിലും ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങൾക്ക്, കുട്ടികൾക്ക് നിങ്ങളാൽ കഴിയുന്ന, നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് നന്മകൾ ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ കുട്ടികളുടെ മംഗല്യം, വിവാഹമൊക്കെ നടക്കുന്ന സമയത്തിൻ്റെ ആരംഭം കൂടിയാണ് ജൂലൈ 21 മുതൽ. അവരവരുടെ കുട്ടികളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഉള്ള യോഗമുള്ള കാലവുമാണ്. അതുമൂലം മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം വന്നു ചേരും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സാമ്പത്തികപരമായിട്ടൊരു അഭിവൃദ്ധി, കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കും. അതിന് തക്കതായിട്ടുള്ള ഒരു സാമ്പത്തിക ഉയർച്ച, ധനവരവ് നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയവുമാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ വരും. പലരെയും സംബന്ധിച്ച് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വിവാഹ കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിരുന്ന വൃശ്ചികം രാശിക്കാർക്ക്, അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ആ വിവാഹത്തിനുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നല്ല അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറുക. വൃശ്ചികം രാശിയിൽപ്പെട്ട പലരും ദമ്പതികൾ നോക്കിയാൽ രണ്ട് വീടുകളിലായിട്ട് കഴിയുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പലരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതും അപ്രതീക്ഷിതമായിട്ടൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അതൊക്കെ വിട്ടുമാറും. പലരുടെയും പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് പരിഹരിച്ച് നിങ്ങൾക്ക് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുവാനുള്ള അവസരം, ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന സമയവുമാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ചികിത്സകളൊക്കെ നടത്തി വരുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് സന്താന ഭാഗ്യത്തിനുള്ള സമയവും നിങ്ങൾക്ക് വന്നു ചേരുന്ന അനുഭവം, ആ ഒരു സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയവുമാണ്. പ്രധാനമായും വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം, സുഖം, അതുപോലെ ചെയ്യുന്ന ജോലി, ആ ഒരു മുഖാന്തരമൊക്കെ നിങ്ങൾക്കൊരു ധനവരവ്, ഒരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. നല്ലൊരു ജോലി ലഭിക്കുവാനുള്ള ഒരു സമയവും കൂടിയാണ് ഇത്. സ്വന്തമായി ബിസിനസ്, തൊഴിലൊക്കെ ചെയ്യുന്നവർക്കും
ഒക്കെ നിങ്ങളുടെ ആ ഒരു ബിസിനസ് മേഖല, തൊഴിൽ മേഖലയിലൊക്കെ നേരിടുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ഒരു സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വിദേശ ജോലി ഭാഗ്യം വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇത്രയും കാലം നിങ്ങൾക്കില്ലാതിരുന്ന ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. നമുക്ക് എന്തുമാത്രം കഴിവുണ്ടായിട്ട് കാര്യമില്ല. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കഴിവിനും ഒരു വിലയുള്ളൂ, നമ്മളുടെ പരിശ്രമങ്ങൾക്കും അതിനൊരു ഫലവും ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് പരിശ്രമിച്ചിട്ട് അത് ജീവിതത്തിലെ പല മേഖലകളിൽ പല കാര്യങ്ങൾക്ക് പരിശ്രമിച്ചിട്ടൊക്കെ പരാജയപ്പെട്ടു പോയവരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത് പരാജയപ്പെട്ട കാര്യങ്ങൾ പോലും അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. പരിശ്രമങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണ ഫലം കിട്ടും. ജീവിതത്തിൽ നേരിട്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും, പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം വരുന്ന സമയം കൂടെയാണിത്. വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വരും. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഒരുപാട് ഗുണഫലങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന സമയമാണ്. സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുരുപൂർണിമ മുതൽ ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല നന്മകളും ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരു 7.5 ശനി കാലഘട്ടത്തിൽ കൂടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇപ്പോൾ 7.5 ശനിയുടെ അവസാന ഘട്ടമായ പാദശനിയിൽ എത്തി നിൽക്കുന്ന മകരം രാശിക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ ഓർത്താൽ പലരെയും സംബന്ധിച്ച് നമുക്കതൊന്നും ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പലർക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അപ്രതീക്ഷിതമായി 7.5 ശനി നൽകിയിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയിരുന്ന പലരും നമ്മളെ വിട്ടുപിരിഞ്ഞ സാഹചര്യം, നമ്മളേറെ വിശ്വസിച്ചിരുന്ന പലരിൽ നിന്നും നമുക്ക് വഞ്ചന, ചതി ഇതൊക്കെ ലഭിക്കുക, അതുപോലെ പണമിടപാടുകളിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അനുഭവത്തിൽ വരിക, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ വരുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് 7.5 ശനി ഏറ്റവും അധികം കഴിഞ്ഞ കാലഘട്ടങ്ങൾ ബുദ്ധിമുട്ടിച്ച രാശിക്കാരാണ് നിങ്ങൾ. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പലതും ആ രീതിയിലല്ല അനുഭവത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയിരുന്നവരിൽ നിന്ന് പോലും നമുക്ക് ചതിവ് ഒക്കെ ലഭിച്ച, വഞ്ചന ലഭിച്ച സാഹചര്യം, നമ്മൾ ഉറ്റവർ, ഉടയവർ എന്ന് കരുതിയിരുന്നവർ പോലും കൈവിട്ട നിമിഷം, അതുപോലെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച സമയവുമാണ്. ജീവിതം നല്ല രീതിയിൽ പല അനുഭവങ്ങൾ കൊണ്ടും മാറ്റിയെടുത്ത ഒരു രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ടവർ. ഇപ്പോൾ പലരെയും സംബന്ധിച്ച് ഒരു മരവിപ്പ് മാത്രമാണുള്ളത്. കാരണം അത്രമേൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നവരാണ് മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾ. പലർക്കും ജോലി സംബന്ധമായിട്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അത് കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും മകരം രാശിക്കാർ അനുഭവിച്ച പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊന്നും പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന ഒന്നല്ല. നിങ്ങളെ സംബന്ധിച്ച് ജൂലൈ 21 ഗുരുപൂർണിമ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഒരു അടിമുടി മാറ്റം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് നല്ല ഒരു മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ വരുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരു ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കും. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മാറ്റം ലഭിക്കും. എടുത്തു പറയേണ്ടത്, ഇത്രയും നാൾ അനുഭവിച്ചു വന്നിരുന്ന മാനസിക സംഘർഷങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മനപ്രയാസങ്ങൾ വിട്ടൊഴിയും എന്നുള്ളതാണ്. മനസ്സിനെ ബാധിച്ചിരുന്ന പല പ്രശ്നങ്ങളും സങ്കടങ്ങളുമൊക്കെ വിട്ടുമാറി മനസ്സിന് തന്നെ ഒരു ആത്മധൈര്യം, ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ വന്നു ചേരും. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ആ മന്ദത ഒക്കെ ഒന്ന് മാറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഒരു ജീവിത മുന്നേറ്റത്തിൻ്റെ കാലഘട്ടം എന്ന് വേണമെങ്കിലും പറയാം.
അതുപോലെ ഒരുപാട് ശുഭ ചിലവുകൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. മകരം രാശിയിൽപ്പെട്ട പലർക്കും അപ്രതീക്ഷിതമായി ജൂലൈ 21 മുതൽ മുന്നോട്ടുള്ള സമയം സ്വന്തമായൊരു ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം വന്നു ചേരും. അതുപോലെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ, ഇത്രയും നാളും വിവാഹ കാര്യങ്ങളിലൊക്കെ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ഒരു നല്ലൊരു മംഗല്യ ഭാഗ്യം നിങ്ങൾ മകരം രാശിക്കാർക്ക് വരുന്ന സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിവാഹത്തിനിറങ്ങി തിരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവരാണ് മകരം രാശിക്കാർ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു അനുയോജ്യമായ മംഗല്യ ഭാഗ്യം, വിവാഹ ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചു വന്നിരുന്നവരാണ് നിങ്ങളിൽ പലരും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ആ കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഒന്ന് വിട്ട് ഒഴിയുന്ന ഒരു സമയവും കൂടിയാണ്. പ്രധാനമായിട്ടും നല്ലൊരു ഈശ്വരാനുഗ്രഹം, ജോലി, തൊഴിൽ, കർമ്മ മേഖല, ബിസിനസ് രംഗങ്ങളിലൊക്കെ നല്ല മാറ്റം, ഈശ്വരാനുഗ്രഹം, ഭാഗ്യം കൊണ്ടൊരു നല്ല ധനവരവ് ഒക്കെ വന്നു ചേരും. ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും ഒരു മാറ്റം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും നാൾ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറി മനസ്സിനൊരു സുഖം, സന്തോഷം, സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. നല്ല ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കും. മംഗളകരമായിട്ടുള്ള ശുഭ ചിലവുകൾ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ സന്താന ഭാഗ്യത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ നന്മയ്ക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന സമയം. നിങ്ങളുടെ കുട്ടികളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന സമയം. നിങ്ങളുടെ കുട്ടികളുടെ മംഗല്യം, വിവാഹം നടക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ് ജൂലൈ 21 മുതൽ. അതുപോലെ അവരവരുടെ കുട്ടികൾ മുഖാന്തരം നിങ്ങൾക്ക് മനസ്സിലാഗ്രഹിച്ച ഒരുപാട് നന്മകൾ, സുഖം, സന്തോഷം അവരവരുടെ സന്താനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമയവുമാണ്. ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ് ഈ ഒരു സമയം. മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ആ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ നടക്കുന്ന ദശാകാലം മനസ്സിലാക്കി, ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. 2024 ജൂലൈ 21 ഗുരുപൂർണിമ മുതൽ ഈശ്വരാനുഗ്രഹം വളരെ ശക്തമായിട്ട് ലഭിക്കുന്ന രാശിക്കാരിൽ ഒരു രാശിക്കാരാണ് നിങ്ങൾ. ഈശ്വരാനുഗ്രഹം കൊണ്ട് തന്നെ ജീവിതത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ, നന്മകൾ നിങ്ങൾക്കുണ്ടാകും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഗുരുപൂർണിമ മുതൽ മുന്നോട്ടുള്ള സമയം നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും, ആയുരാരോഗ്യ സൗഖ്യങ്ങളും, ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ്. പ്രത്യേകിച്ച് കുംഭം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ 7ര ശനി ആരംഭിച്ച് ജന്മശനിയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ കാലഘട്ടത്തിൽ കൂടെയാണ് കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികളും കടന്നു പോകുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. പലർക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതായത് നമ്മൾ പറയാറില്ലേ, നമുക്ക് അത്രമാത്രം നമുക്ക് ചുമക്കാൻ പറ്റാവുന്ന തരത്തിൽ കൂടുതൽ അധിക ഭാരം ചുമന്നുള്ള യാത്രയാണ് എന്ന് തന്നെ പറയാം. അത്രമാത്രം പ്രശ്നങ്ങളാണ് ഓരോ വ്യക്തികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജന്മശനി കാലഘട്ടമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ പ്രശ്നങ്ങൾ, പലർക്കും സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട്, വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ, പലതും നമുക്ക് ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന പോലെ വളരെ കൈവെള്ളയിൽ വരെ വന്നിട്ട് പല ഭാഗ്യാവസരങ്ങളും നന്മകളും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ജീവിതത്തിൻ്റെ പല മേഖലകളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ടായ നക്ഷത്രത്തിൽ ജനിച്ചവർ. പലരെയും സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ചിലർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, വിശ്വസിച്ചിരുന്നവർ പോലും ചതിച്ച അവസ്ഥ, നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്ത പണം നമുക്ക് തിരികെ ലഭിക്കാത്ത അവസ്ഥ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ചിലരെ സംബന്ധിച്ച് വണ്ടി വാഹന അപകടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വന്നവരും, ദാമ്പത്യ കുടുംബജീവിതത്തിൽ നല്ലതുപോലെ മുന്നോട്ട് പോയിരുന്ന ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്ന് അതൊക്കെ ഒരു വേർപിരിയലിൻ്റെ അവസ്ഥയിലെത്തി നിൽക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ വിശ്വാസ വഞ്ചന ഒരുപാട് അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് പലരും. നമ്മൾ വിശ്വസിച്ചിരുന്നവർ തന്നെ നമുക്കെതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ പലർക്കും അനുഭവത്തിലുണ്ട്. ഇനി ജീവിതത്തിൽ എന്ത് എന്ന ഒരു ചോദ്യചിഹ്നമായി മുന്നോട്ട് പോകുന്ന കുംഭം രാശിക്കാരും കുറവല്ല. പലതരത്തിലും സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ എന്ന് വേണ്ട, ജീവിതത്തിൽ പലതരത്തിലാണ് കുംഭം രാശിയിൽപ്പെട്ടവർ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, നല്ലൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് ബിസിനസ്സിലൊക്കെ ഒരു പരാജയം സംഭവിക്കുക, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരിക, ചെയ്യുന്ന ജോലിയിലൊക്കെ പെട്ടെന്നൊരു സ്ഥാനമാറ്റമോ പദവിയിൽ താഴോട്ട് വരുന്ന ഒരവസ്ഥയും, കർമ്മമേഖലയിൽ മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്.
രോഗദുരിതങ്ങളും മറ്റു കാര്യങ്ങളും മറുവശത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ജന്മശനി കാലഘട്ടം നൽകുന്നത്. ഇനിയൊരു വിവാഹ കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ വിവാഹപ്രായം എത്തിയവരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ്. അങ്ങനെയും കടന്നു പോകുന്നവരുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ പല രീതിയിലും എല്ലാ തരത്തിലും ഒരു ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവർ ധാരാളമാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ജൂലൈ 21 മുതൽ ജീവിതത്തിൽ നല്ലൊരു മാറ്റമാണ് ഈ ഒരു ഗുരു പൂർണിമ മുതൽ അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി ജന്മശനി തുടങ്ങിയ സമയം മുതൽ സുഖം എന്താണെന്ന് അറിയാത്ത വ്യക്തികളാണ് നിങ്ങൾ കുംഭം രാശിക്കാർ. പലരെയും സംബന്ധിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തക്ക തരത്തിലൊരു ധന അഭിവൃദ്ധി, സാമ്പത്തിക വരവ് നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. ചെയ്യുന്ന ജോലി തൊഴിലിലൊക്കെയുള്ള തടസ്സങ്ങൾ പ്രശ്നങ്ങൾ വിട്ടുമാറുക. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ലഭിക്കുക. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മാറ്റം വരിക. ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം ലഭിക്കുക. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഇങ്ങനൊരു വ്യക്തിയെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ആ ദോഷങ്ങൾക്കൊരു മാറ്റം ലഭിക്കുന്ന സമയമാണ് ഗുരുപൂർണിമ മുതൽ അനുഭവത്തിൽ വരുന്നത്. പൊതുവെ പറഞ്ഞാൽ ഒരു ഈശ്വരാനുഗ്രഹം, ഇത്രയും നാളില്ലാതിരുന്ന ഒരു ഈശ്വരാനുഗ്രഹം വന്ന് ആ ദൈവാനുഗ്രഹത്താൽ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറ്റി മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. ചെയ്യുന്ന ജോലിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറുക. വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ അതിനുള്ളൊരു ഭാഗ്യം ലഭിക്കുക. അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ പലരെയും സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ട് ഗൃഹനിർമ്മാണത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. അതിലൊക്കെ ഒരു മാറ്റം വരിക. പലരെയും സംബന്ധിച്ച് ഗുരുപൂർണിമ മുതൽ നിങ്ങൾക്ക് ആ മുടങ്ങിക്കിടന്ന ആ ഒരു ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാനുമൊക്കെ ഭൂമി സംബന്ധം സ്വത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ട്. ജന്മശനി കാലഘട്ടത്തിൽ നിങ്ങൾ കുംഭം രാശിക്കാർക്ക് ഇതുപോലൊരു ഈശ്വരാനുഗ്രഹമുള്ള സമയം വരുന്നത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതാം. അതുപോലെ കുടുംബത്തിലാണെങ്കിലും ഉള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി കുടുംബത്തിൽ തന്നെ ഈ ജന്മശനി കാലഘട്ടത്തിൽ നേരിട്ടുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറിയ സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും വന്നു ചേരും. അതുപോലെ ഒരുപാട് അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് കുംഭം രാശിക്കാർ. നമ്മൾ ഗുണത്തിനായിട്ട് ചിലവാക്കിയാലും ആ പണം പാഴ്ചിലവായിട്ട് പോകുന്ന അവസ്ഥ, കയ്യിൽ 10 രൂപ വന്നാൽ 20 രൂപയുടെ ചിലവ് വരുന്ന അവസ്ഥ, ഇതൊക്കെ വിട്ടുമാറി നിങ്ങളെ സംബന്ധിച്ച് ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ഒരു മാറ്റം വരുന്ന സമയം. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും കൂടെ ഒരു പരിഹാരം ചെയ്യുക. കാരണം ജന്മശനി കാലഘട്ടമാണ്. സ്വന്തം ജനന ജാതകത്തിലും ഒരു പാപദശ നടക്കുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ട് നൽകും. ഏതായാലും വളരെ ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമായതുകൊണ്ട് ജാതകം പരിശോധിച്ച് ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഗുരുപൂർണിമ മുതൽ മുന്നോട്ടുള്ള സമയം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.